പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M2050 എന്ന പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് തന്നെ എനേബിൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. എപ്സന്റെ ഈ ന്യൂ മോഡൽ പ്രിന്ററിൽ നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും വൈഫൈ ഡയറക്റ്റ് വഴി പ്രിന്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ എങ്ങനെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ സാധാരണ മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വൈഫൈ സെറ്റിംഗ്സിൽ പോയിട്ട് പ്രിന്ററിനെ കണക്ട് ചെയ്യണം. നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രിന്ററിൻ്റെ പേര് കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ സ്ക്രീനിൽ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സെറ്റിംഗ്സ് ആണ് ഒരു ഓപ്ഷന്. അപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ഓക്കെ എന്ന് കൊടുത്താണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഉണ്ടാവും നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യുക. അതിലുണ്ടാവും വൈഫൈ സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടാമതായിട്ട്, അത് ഓക്കെ എന്ന് കൊടുക്കുക. അതിൽ വൈഫൈ റെക്കമെൻഡ് ഉണ്ട്, അതല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും വൈഫൈ ഡയറക്റ്റ് എന്നത്, അത് ഓക്കെ എന്ന് കൊടുക്കുക. വീണ്ടും ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു, വീണ്ടും ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഓക്കെ എന്ന് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് അപ്പ് പറഞ്ഞാൽ ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. ആ ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെന്നാണ് അർത്ഥം. എന്നിട്ട് താഴെ അവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ എന്ന്, വീണ്ടും ഓക്കെ എന്ന് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക, വീണ്ടും ഓക്കെ എന്ന് കൊടുത്താൽ അത് ഡൺ ആവും. ഇപ്പോൾ നിങ്ങളെ പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് ആപ്പ് വഴി നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.